ഞാനും ഒരാട്ടിനും അവിടെ വല പോലെ ഒരു തുണി പോലെ കെട്ടിയിട്ട് അതിലിങ്ങനെ ചെറിയ മീനെല്ലാം വരും ആരും പിടിച്ചിറക്കില്ല. അങ്ങനെ നമ്മളെ നാട്ടിലും മൈജി ഫ്യൂച്ചർ വരുന്നുണ്ട് 22-നാവുന്നു 20 നമ്മളെ ഉദ്ഘാടനം വിളിച്ച ഫ്രൂട്ട് ഐസ് എത്തിയൊന്നും കാണില്ല. ആ ഫ്രൂട്ട് ഐസ് അതിന്റെ ഉള്ളിൽ ആളും മനുഷ്യനുമില്ല. ആ പീഡിയക്കാരൻ തന്നെ ചിലപ്പോൾ എന്നോട് ചോദിക്കും എന്തിനാ മോളെ ഈ മഴയത്ത് വന്ന് നമ്മള് കൂട്ടിട്ട് പോകുന്നതാണ്. നമ്മളെ വീട്ടിലേക്ക് പോകേണ്ട വഴി ക്ലോസ് ചെയ്തു. അങ്ങനെ ഉണ്ടാവും മരം പൊട്ടി വേണ്ടിട്ട്. ഈ തമിഴ്നാട്ടിലെല്ലാം ഉണ്ട് എല്ലായിടത്തും അധികം സ്ഥലത്ത് പുറത്തേക്ക് ഓടിക്കുന്ന ഒരു സംഭവം. കേരളത്തിൽ അങ്ങനെ കുറവാണ്. ഒരു 7 ശേഷം ആളെ കാണില്ല. ഇപ്പൊ എന്താ അറിയില്ല എല്ലാവർക്കും ഭ്രാന്തായി തോന്നുന്നു നമ്മളെ പോലെ. ഹലോ എവിടെയാ പോന്നെ? ഇന്ന് എത്ര ദിവസം ഇല്ലെങ്കിൽ പോക്കല്ലോ. ആ വ്ളോഗ് സംഭവം എന്താ വെച്ചാൽ ഒരു പ്ലാനും ഇല്ല. വെറുതെ പുറത്തോന്ന് പറഞ്ഞിട്ട് എന്നെ കുത്തി പൊന്ത് വെച്ചിട്ട് പോകുന്നുണ്ട്. അതിന് ഇതാ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്ന. ഞാൻ പിന്നെ പൊതുവെ എപ്പോഴും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കരുതല്ലേ. വണ്ടി എടുക്കുമ്പോ ഞാൻ വിചാരിച്ചതാ ഇനി പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് അടിക്കാൻ പാടുള്ളൂ. അല്ലാണ്ടപ്പ ഒരു 5-10 പ്രാവശ്യം അടിച്ചിന്. പിന്നെ 500, 1000, 500, 1000 പഴയ കഥ തന്നെ. പിന്നെയും അത് പുതുക്കാൻ നിരച്ചിട്ട് ഇന്ന് ഫുള്ള് അടിക്കുന്നുണ്ട്. ഇനി നോക്കാം ഫുള്ള് അടിക്കാൻ പറ്റുമോ. ഇല്ലാണ്ടപ്പ ഫുള്ള് അടിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? ഇനി എങ്ങോട്ടാ പോകുന്നത്? മാറടാ കണ്ടത് എന്താന്ന് പറയുവാ? ഫ്രൂട്ട് ഐസ്. ഫ്രൂട്ട് ഐസിന്റെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നല്ലേ കണ്ണാ? പക്ഷെ എനിക്ക് തരൂലേ, കണ്ണ് കഴിക്കാൻ പറ്റില്ല. പിന്നെയും മഴ തുടങ്ങി. മഴയത്ത് നമ്മൾ ഫ്രൂട്ട് ഐസ് കുടിക്കാൻ പോകും. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെയും തുടങ്ങി. ഇവക്കെല്ലാം എന്തിന്റെ കടച്ചലാന്ന് അറിയില്ല. മഴയത്ത് ഫ്രൂട്ട് ഐസ് കുടിക്കാൻ പോകാൻ ചിലപ്പോ തിരിച്ചു വരുമ്പോഴത്തേക്കും വീട്ടിൽ വെള്ളം പൊങ്ങിണ്ടാവും. അതെ നമ്മള് മുന്നില് മൊത്തം നമ്മള് നാളെ അതെല്ലാം കാണിക്കാം. ഗ്രൗണ്ടിലെല്ലാം വെള്ളം ഉണ്ടാവും. എന്താന്നറിയില്ല. വീട്ടിൽ ഇനിയും കേറിയിട്ടില്ല. ഏട്ടന് ഭയങ്കര വിശ്വാസം കേരളായിരിക്കും. നമ്മള് കല്യാണം കഴിച്ച അതേ കൊല്ലം വീട്ടില് ഇതേപോലെ വെള്ളപ്പൊക്കം വന്ന് വീട്ടിൽ നിന്ന് ഇവക്ക് നടന്നു പോകാൻ പേടിച്ചിട്ട് നടന്നു പേടിച്ചിട്ട് ഞാൻ മുന്നിന്റെ അത്രയും വെള്ളം ഉണ്ട്. എന്നിട്ട് നടന്നു പോകാൻ എനിക്ക് പേടി. ഫ്രിഡ്ജില് ഇവരെന്താളും കയറ്റി എടുത്തിട്ട് മേലോട്ട് ഇങ്ങനെ തോണി വരെ കൊണ്ടുപോയത്. അതിന്റെ വിഷ്വൽസ് അഥവാ വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഇതിന്റെ ആൾക്ക് ഞാൻ വിഷ്വൽസ് അപ്പോഴിന്റെ അടുത്തുണ്ട്. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് പോയിരിക്കുന്നത് എന്താണെന്നറിയാവാ? ഇവന് ഞാൻ അവിടെ വെള്ളം എല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഓന്റെ വാട്ടർ ബോട്ടിലില്. എന്നിട്ട് അപ്പൊ ഒന്നും വെള്ളം കുടിക്കാണ്ട് ഇപ്പം വെള്ളം വേണം പോലും. ഞാൻ വെള്ളം ഇപ്പൊ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ദേഷ്യപ്പെട്ടു പോയിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നാട്ടിലും മൈജി ഫ്യൂച്ചർ വരുന്നുണ്ട് 22-നാവുന്നു 20 നമ്മളെ ഉദ്ഘാടനം വിളിച്ച. അതുകൊണ്ട് പിന്നെ വീഡിയോ കാണാം. മോഹൻലാൽ ആരുടെ വരുന്നത് ശരിക്കും? മറ്റേ ഷൈനികോ അല്ലെ? ഷൈനികോ നിഖില മോഹൻലാലുണ്ടാവുക. മോഹൻലാലുണ്ടാവുന്ന എനിക്കും. പക്ഷെ പെട്ടെന്ന് പണി തീർത്താന്നല്ലേ. ബിൽഡിംഗ് മൊത്തത്തിൽ കണ്ടിന്. ഇനി 2 ദിവസം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം ആവും തോന്നുന്നു. നമുക്കൊന്ന് വരണം. എന്തായാലും വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു അടിപൊളി സംഭവം തുടങ്ങുമ്പോൾ അതൊരു സന്തോഷമുണ്ട്. തലശ്ശേരി അങ്ങനെ അടിപൊളിയായി അല്ലേ? നമ്മളങ്ങനെ ഫ്രൂട്ട് ഐസ് എത്തിയൊന്നും കാണില്ല. ആ ഫ്രൂട്ട് ഐസ് അതിന്റെ ഉള്ളിൽ ആളും മനുഷ്യനുമില്ല. ആ പീഡിയക്കാരൻ തന്നെ ചിലപ്പോൾ എന്നോട് ചോദിക്കും എന്തിനാ മോളെ ഈ മഴയത്ത് വന്ന് നമ്മള് കൂട്ടിട്ട് പോകുന്നതാണ്. അല്ല പണ്ടെല്ലാം വരുന്ന സമയത്ത് ഫുള്ളായിട്ട് അത് വേനൽക്കാലം. ഇത് മഴക്കാലമല്ല, വെള്ളപ്പൊക്ക. ഐസ്ക്രീം എനിക്ക് പനിയാ വേണ്ടി അമ്മ മേടിച്ചില്ലാന്ന് പറയുന്നത്. ദൈവം വാങ്ങടി ചെല്ലേ. ഞാനിപ്പോ അങ്ങനത്തെ എനക്കൊന്നും വേണ്ട, നീ മേടിച്ചോ. എനിക്ക് പെരുമഴയത്താ കൊതി. ഇപ്പൊ കച്ചവടം കുറവായിരിക്കും അല്ലേ? മഴ വേണ്ടി കൊടുക്കടി. ഇതിനെത്ര റേറ്റ്? 30 ഇവിടെ ഉണ്ട്. അമ്മേനെന്തിനാ കൊല്ലുന്ന? ഐസ് തരാത്തേനാ? ശരിക്കും കൊല്ലണോ? ഇവിടെ എല്ലാം എന്നാ ചെയ്യേണ്ട അറിയില്ല. പാവം കുട്ടീനെ. കണപ്പൻ എന്നാ വേണ്ടേ പറഞ്ഞോ? 20 ഉറുപ്പിയല്ലോ അല്ലേ ഐസിന്? ലൈമ ലൈമ വേറെ ദോശ വേണ? ലൈമ വേണ്ടേ? തണുപ്പില്ലാത്ത ലൈമ കുടിക്കാം നമുക്ക്. ഒരു തണുപ്പില്ലാത്ത ലൈം. ദോശയും ചിക്കൻ പൊരിച്ചതും എല്ലാം ഇനി മിസ്സാക്കിയ നൈസായിട്ട് എനക്കും തിന്നാന്ന് വിചാരിച്ചത്. ഇവിടെ കൊറേ നേരമായിട്ട് ദോശ തിന്നാന്നല്ലേ അമ്മക്ക് വേണ്ടിട്ട് പറയുക അല്ലേ? ഈ ഏര് നല്ല രസമല്ലോ കുഞ്ഞു. ഇങ്ങനെ പുറത്തേക്ക് കുടിക്കാൻ പറ്റിയ ജ്യൂസ് എല്ലാം വേണമെങ്കിൽ അത്യാവശ്യം ഇവിടെ ഒന്ന് പുറത്തേക്ക് കുടിക്കും. ഈ തമിഴ്നാട്ടിലെല്ലാം ഉണ്ട് എല്ലായിടത്തും അധികം സ്ഥലത്ത് പുറത്തേക്ക് കുടിക്കുന്ന ഒരു സംഭവം. കേരളത്തിൽ അങ്ങനെ കുറവാണ്. പുറത്തേക്ക് കുടിക്കുക ഉള്ളിൽ കയറി പോയി ഇരുന്ന് കുടിക്കണ്ടേ? ചായ കുടിക്കണ്ട, മതി. നമ്മുടെ നാടൻ ചായ കൊമ്പല്ലേ അല്ലേ? കുടിക്കണ കണ്ടപ്പാ തണുക്കുന്നുണ്ട് എനിക്ക്. ഇവരെങ്ങനെ തണുപ്പുണ്ടാവില്ലല്ലോ.
എന്നോട് ആരാ സ്ലീവ്ലെസ് ഇട്ടിട്ട് വരാൻ പറഞ്ഞേ? പക്ഷെ ഇന്ന് നീ നല്ല ലുക്ക് ഉണ്ട് കേട്ടാ, കാണേ സുന്ദരിയായി നല്ല വില വേണപ്പാ. ഇവിടെ കുടിക്കുന്നുണ്ടാ? ഓർഡർ ദോശയല്ല മതിയാ, ബാക്കിയാരും കുടിക്കുവാ? ഇവൻ എന്തായാലും ബാക്കി വെക്കും നാട്ടിന് നന്നായിട്ട്. എല്ലാരും നമ്മളെ വിളിച്ചു ചോദിച്ചോണ്ടിരിക്കുന്ന അടേന്റെ വീട്ടില് വെള്ളം കയറിയോ നമ്മളിങ്ങനെ നാട് തെണ്ടിക്കൊണ്ടിരിക്കുന്നു. നീ വീട്ടിലേക്ക് പോയിക്കൂടെ? തട്ടുദോശ വേണോ? മതിയല്ലേ, തട്ടുദോശ ഒന്നും വേണ്ട. ഇനി വീട്ടിൽ ചോറിലുണ്ട്, പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി പോയി. കണ്ടപ്പോ ലൈം ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ആ എന്നാ ചോറ് തിന്നാ പോവാ. അങ്ങനെ 8:30 തലശ്ശേരി മെല്ലെ ഉറങ്ങി തുടങ്ങി. മഴയായിട്ട് പക്ഷേ ഇത്രയും ആളുണ്ടല്ലോ അല്ലേ? എല്ലാ കടയിലും ആൾക്കാർ. ആ എല്ലാ കടയിലും ആളുണ്ട്. 8:30 സ്വതവേ ഒരു കൊറോണയ്ക്ക് ശേഷം ഒരു 7-7:30 ശേഷം ആളെ കാണാനില്ല. ഇപ്പൊ എന്താ അറിയില്ല, എല്ലാവർക്കും ഭ്രാന്തായി തോന്നുന്നു നമ്മളെ പോലെ. നമ്മളെ വീട്ടിലേക്ക് പോകേണ്ട വഴി ക്ലോസ് ചെയ്തു. അങ്ങനെ മരം പൊട്ടി വേണ്ടിട്ട് ചുറ്റി പോകണമല്ലോ. അതാ ഫയർഫോഴ്സ് പാഞ്ഞു പോയതല്ലേ, ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അത് ഇപ്പം വലിയ പ്രശ്നമില്ല. ഇപ്പൊ അതിന്റെ ഇതിലൂടെ ഒരു പുതിയ ബൈപ്പാസ് പോകുന്നുണ്ട് അതിന്റെ അപ്പുറത്തോട്ട്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവർക്കെല്ലാം അതിലൂടെ ഇതിലൂടെ ചുറ്റി പോവാം. ഇല്ലെങ്കിൽ ഫുള്ള് ഇല്ലെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഓക്കെ നമ്മളങ്ങനെ മെല്ലെ ഹൈവേ പിടിച്ച് നോക്കുമ്പോ ഇത് കണ്ട ഞങ്ങള് പുഴ പോലെയുണ്ട് ഹൈവേ. ഓ മൈ ഗോഡ്, കണ്ടപ്പോ വെള്ളം കണ്ട ഇപ്പൊ വരുന്ന ബൈക്കാരെ വെള്ളത്തിലാവും തോന്നുന്നു. നിങ്ങൾ വിചാരിക്കും ഈ മഴയത്ത് ഇങ്ങനെ പോയി നടക്കുക ഉമ്മാർക്ക് വട്ടാണെന്ന്. ശരിക്കും നമുക്ക് വട്ടാണ്. ബോറടിച്ചിട്ട് ഈ പെരുമഴത്തടി വരുവാ. ആ വീണ കൊമ്പറ്റും തലയിലായിട്ട് വീണിട്ടുണ്ടെങ്കിലോ ഒന്ന് പുര പിടിച്ചാൽ മതിയാണ് മക്കളെ. പുര പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ എന്നാ അറിയുന്നത്? പുര പിടിച്ചാൽ മതി പറഞ്ഞാൽ വേഗം വീട്ടിലെത്തിയാൽ മതിയാണ്. തലശ്ശേരിക്കാരല്ലാത്ത ആൾ കാണുന്നുണ്ടെങ്കിൽ പുര പിടിച്ചാൽ മതി ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. പുര മീൻസ് വീട്, പിടിച്ചാൽ മതി എന്ന് വേഗം എത്തിയാൽ മതി, അതാ ഉദ്ദേശിക്കുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ ക്ലാസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോയാലോ? ഉണ്ടല്ലേ, നാളെ കാണുന്നതായിട്ടില്ല, ഇനി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തി. പക്ഷെങ്കിൽ വെള്ളം കുറച്ച് പ്രശ്നക്കാരനാന്ന് തോന്നുന്നു. വെള്ളം കണ്ടങ്ങള് ഇവിടം വരെ വെള്ളം, അങ്ങ് പുഴയുണ്ട്. പുഴയെ പൊങ്ങി വന്ന് ഇതാ ഏകദേശം ഇവിടം വരെ വെള്ളമെത്തി. ഞാൻ നമ്മളെ ഗ്രൗണ്ട് കാണിച്ചു തരുന്നത്. പക്ഷെ നിങ്ങൾ തോട് കണ്ട, തോട് എൻ്റെ ഗ്രൗണ്ട് എല്ലാം വെള്ളത്തിലാ. നിങ്ങൾക്ക് ഇതിന്റെ പകൽ വ്യൂ ആണെങ്കിൽ ഇതാ പിടിച്ചോ, പകൽ വ്യൂ. ഇതാ പകൽ വ്യൂ. നമ്മളെ ഗ്രൗണ്ട് കണ്ട, ഗ്രൗണ്ടിൽ നെഞ്ചോളം വെള്ളം ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞല്ലേ, പക്ഷെ അത്രയൊന്നുമില്ല, ഒരു മുട്ടോളം വെള്ളം. ഇന്ന് ഇറങ്ങി നോക്കിയാ അടക്കടാ അപ്പാട് പോന്നണ്ട വീട്. ഇവിടെ ഒന്നും അങ്ങനെ വെള്ളം കയറിയില്ല. ഈ തോട്ടിലാ നല്ലോണം വെള്ളം കയറിയ, നല്ല ഒഴുക്ക. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് വൃത്തിയാക്കാൻ നല്ലോണം വെള്ളം വരും. വെള്ളം വൃത്തിയാക്കാം നമുക്ക്. പണ്ട് ഇവിടെ ഫുള്ള് മണ്ണിന്റെ ഈ സിമെന്റും കാര്യമൊന്നുമില്ല. അപ്പോഴേ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാപ്പിൽ നമ്മൾ എന്താ വെച്ചാൽ നല്ലോണം വെള്ളം വരും അതിലൂടെ. അപ്പൊ ഞാനും ഒരാട്ടിനും അവിടെ വല പോലെ ഒരു തുണി പോലെ കെട്ടിയിട്ട് അതിലിങ്ങനെ ചെറിയ മീനെല്ലാം വരും. അതിന്റെ കുറിച്ച് ഇറങ്ങിയിട്ട് വെള്ളം പോകണ്ട. ഹൈവേ തുറന്നില്ലേ, ഹൈവേ പോകണ്ട. നമുക്കൊരു മീനെ പിടിച്ചാലോ? ഇവിടെ വെള്ളം വരൂലേ? നേരെ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വെള്ളം. പണ്ട് നമ്മള് ഇതേപോലെ ഇതിനുമ്പ് വെള്ളം കയറ്റുന്നു. ഞാനൊരു 10-11 പഠിക്കുമ്പോൾ തോന്നുന്നു. അപ്പൊ നമ്മൾ നെയ്വെന്ന് വെച്ചാൽ പണ്ട് ഏട്ടന്മാരല്ലോ ഇവിടെ വല കെട്ടും. അപ്പൊ ഇതിൽ നിൽക്കാൻ പറ്റില്ല, ഇറങ്ങി നമ്മൾ വലിച്ചു കൊണ്ടുപോകും. അപ്പൊ ഇവിടെ വല കെട്ടിയിട്ട് അങ്ങനെ ഒരു പാലമുണ്ട്, അവിടെ തുള്ളിയിട്ട് നേരെ വന്ന് ഇവിടെ വലയിലൊന്ന് കുടുങ്ങിയിട്ട് നേരെ എണിച്ചിട്ട് തിരിഞ്ഞിട്ട് ഞാൻ ഓരോ കഥയിലും ചെയ്യുന്നു. ഇപ്പൊ എന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാനാ? കെട്ടിപ്പോയില്ലേ, അത് കണ്ടാണ്. കെട്ടുന്നവരെ അച്ഛനമ്മമാർ വിടില്ല, കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യ വിടില്ല. മനസ്സിലാണ്ട് എനിക്ക് വല്ലാത്ത അടിതാ. ഞാനില്ലാണ്ട് ഇങ്ങോട്ട് പുഴ ഭാഗത്താരം വന്നിട്ടുണ്ടെങ്കിൽ കേട്ടിനാ ഒളിച്ചങ്ങ് എത്തിപ്പോ. ടൈം 6 മണി. 6 മണിക്ക് നമുക്ക് ചായയും ഓംപ്ലേറ്റും. എന്താ അറിയില്ല, ഓംപ്ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. വീഡിയോ എടുക്കുന്നുണ്ടാക്കി തന്നെ ഞാൻ തോന്നുന്നു അല്ലേ. വൈകുന്നേരം എനിക്ക് പുഴുക്ക് അതെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്. ഇപ്പൊ തീരെ ടൈം കിട്ടില്ല. ഇന്ന് വീഡിയോ എടുക്കാത്ത എന്താ വെച്ചാല് മഴ, ഷോർട്സ് എടുക്കാൻ തന്നെ ടൈം ആയിപ്പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.